ഹായ്, ഇന്ന് മട്ടന്നൂർ വരെ നമുക്ക് പോയിട്ട് വന്നാലോ? ഓണമൊക്കെ ഇങ്ങ് അടുത്തില്ലേ, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടാണ് ഞാൻ പോകുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ സാധനം മേടിക്കാനായിട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ ചേട്ടനാണ് ഇതെല്ലാം വാങ്ങിക്കൊണ്ട് വരാറുള്ളത്. അപ്പോൾ ചേട്ടന് റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണ്. നമ്മളിപ്പോൾ മട്ടന്നൂരുള്ള ലിങ്ക്സ് മാളിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് ചില്ല് ചെയ്യാനുള്ള വകയൊക്കെ ഈ മാളിനകത്ത് തന്നെ ഉണ്ട്. ഇതിനകത്ത് തിയേറ്ററും കൊച്ചു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പ്ലേയിങ് സ്റ്റേഷനും പിന്നെ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ കിട്ടുന്ന അങ്ങനത്തെ കുറച്ച് കോഫി ഷോപ്പുകളും അങ്ങനെയെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഈവനിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് നമുക്ക് ചില്ല് ചെയ്യാം. കൂടാതെ ബ്രാൻഡഡ് ഡ്രസ്സ് കിട്ടുന്ന ഷോപ്പുകളും ഒക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഡേ മാർട്ട് എന്നാണ് പേര്. അതിന് അടുത്തോട്ടാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് തിക്കും തിരക്കും ഒക്കെ കാണുന്നുണ്ട്. കണ്ടില്ലേ, ഇന്ന് ബുധനാഴ്ച ദിവസമാണ്, അതറിയാതെയാണ് ഞാൻ പോയത്. അപ്പോൾ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഇവിടെ ഓഫറുള്ള ദിവസമാണ്. അതാണ് ഇന്ന് ഇത്രയും തിക്കും തിരക്കും. അതുപോലെ ഓണമല്ലേ, അതുകൊണ്ടായിരിക്കും. ചെന്ന് കയറിയപ്പോൾ ആദ്യം കണ്ടത് ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ ഓലയൊക്കെ മേഞ്ഞിട്ടൊരു കൂടാരമായിരുന്നു. അപ്പോൾ അതിനകത്ത് സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സാധനങ്ങളായിരുന്നു. പായസം മിക്സ്, നെയ്യ്, അച്ചാർ, അതൊക്കെ ആയിരുന്നു അതിലുള്ളത്. ഇന്ന് ഓഫറുള്ള ദിവസമായതുകൊണ്ട് തന്നെ പച്ചക്കറികളെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെയാണ് കാണുന്നത്. അതുമല്ല, ഓഫർ പ്രൈസ് എല്ലാം ഇവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ എടുക്കേണ്ടതാണ് ഓരോ സാധനങ്ങളും. ഓണത്തിന് ഇനി 5-6 ദിവസം ബാക്കിയുള്ളത് തന്നെ എല്ലാ പച്ചക്കറികളൊന്നും ഞാൻ വാങ്ങി കൂട്ടിയിട്ടില്ല. എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയുള്ളൂ. അതുപോലെ എനിക്ക് കൊണ്ടുപോകാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ സ്കൂട്ടിയിലല്ലേ വന്നത്. കാറായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് സാധനം കൂടുതൽ കൊണ്ടുപോകാൻ. അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞാനാണ്. പക്ഷേ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കെല്ലാം വേണമെന്ന് തോന്നും. അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ ആവശ്യമില്ലാത്ത എല്ലാം നോക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ബില്ലടിക്കാൻ വന്നപ്പോൾ ഉള്ള ദുരന്തമാണ് നിങ്ങളീ കാണുന്നത്. തിരക്കോട് തിരക്ക്. 3 സെക്ഷനായിട്ടാണ് ഒരു ബില്ലടിക്കാനുള്ള സ്ഥലമുള്ളത്. അപ്പോൾ അവിടെ എല്ലാം തിക്കും തിരക്കും. അങ്ങനെ ഞാൻ എൻ്റെ സാധനങ്ങൾ ഇത്രയുണ്ട്. കുറച്ച് സാധനം വാങ്ങിക്കാൻ വന്ന ഞാനാണ്. അപ്പോൾ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബില്ലടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ഞാൻ. ഏകദേശം ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ബില്ലടിച്ച് വാങ്ങി. അപ്പോഴത്തേക്കും അതെല്ലാം ഒന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ മൊബൈൽ അപ്പോഴത്തേക്കും ചത്തു ഗൈസ്. അപ്പോൾ അവിടുത്തെ തിക്കും തിരക്കും എല്ലാം കഴിഞ്ഞിട്ട് മഴയെത്തുമ്പോൾ വീട്ടിലെത്താമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഇവിടെ ഒരു വലിയൊരു സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടി ഒരാൾ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും എൻ്റെ ചെരുപ്പ്, എൻ്റെ കൊണ്ടുവന്ന സാധനങ്ങൾ, എൻ്റെ ഡ്രസ്സ്, എൻ്റെ വണ്ടി എല്ലാം മണത്ത് നോക്കിയിട്ടേ വീട്ടിനകത്ത് കയറാൻ സമ്മതിക്കൂ. ഞാൻ എവിടെ പോയെന്നൊക്കെ അറിയണം. പോകാൻ നേരം ഞാൻ കൂട്ടിലടച്ചിട്ടാണ് പോയത്. അപ്പോൾ വന്നപ്പോൾ പിന്നെ അവർക്ക് അറിയണ്ടേ ഞാൻ എവിടെ പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ കാണാം. ബൈ.